ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി. സഹനം കേട്ടാൽ എല്ലാവരും ഓടുന്ന ഒരു വാക്കാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചാൽ ഇത്രയും അഭിഷേകമുള്ള അനുഗ്രഹമുള്ള വേറൊരു കാര്യമില്ല. ഇതാ കർത്താവായ യേശു സഹനങ്ങളുടെ ആധിക്യത്തിൽ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു, പിതാവേ പിതാവേ എന്ന് വിളിച്ച സ്ഥാനത്ത് ഇതാ ആ പിതാവിനെ ഒരു മനുഷ്യൻ തൻ്റെ സർവ്വവേദനകളിലും സർവ്വസഹനങ്ങളിലും സർവശക്തിയോടെ ദൈവമേ എന്ന് വിളിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ പൂർണ്ണമായ ആ വേദനയോടെ യേശു വിളിക്കുകയാണ്, എൻ്റെ ദൈവമേ ഏൽ ഏൽ ലമ സമദ്ഖാനി, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചുവെന്ന്. എന്നാൽ സഹനത്തിൻ്റെ ആ അർത്ഥം ആഴം നാം യേശുവിൻ്റെ കുരിശുമരണത്തിൽ അവസാനിക്കുന്ന നശിച്ചു പോകുന്ന ഒരവസ്ഥയല്ല, മറിച്ച് ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിലൂടെയാണ് പിതാവ് ഈ സഹനത്തിന് മറുപടി കൊടുക്കുന്നത്. കുരിശുമരണം കൊണ്ട് അവസാനിച്ചതല്ല യേശുവിൻ്റെ ജീവിതം. ഇതുപോലെ ക്രിസ്ത്യാനിയുടെ ജീവിതം ഫലം പുറപ്പെടുവിക്കുന്നതായി തീരാനാണ്. സഹനങ്ങളുണ്ടാവും. സഹനത്തിന് കാരണക്കാരായവരെ നോക്കി അസ്വസ്ഥപ്പെട്ടിട്ടോ പല്ലുറുമിയിട്ടോ വെറുപ്പ് വിചാരിച്ചിട്ടോ കൊല്ലുമെന്ന് പറഞ്ഞിട്ടോ ചാകുമെന്ന് പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഈ പീലാത്തോസും ഈ ജനാവലിയും അവിടുത്തെ യഹൂദ പരിസയന്മാരും പ്രമാണികളും ഓടിപ്പോയ ശിഷ്യന്മാരും എല്ലാം പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലെ ഉപകരണങ്ങൾ മാത്രമാണ്. ഇതെല്ലാം പ്രവചനങ്ങളുടെ പൂർത്തീകരണം മാത്രമാണ് യേശുവിൽ സംഭവിച്ചത്. നമ്മുടെ ജീവിതത്തിലും അപ്രതീക്ഷിതമായ അടികളും സഹനങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവം അറിയാതെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തിരിച്ചറിയണം. സഹനങ്ങളുടെ ആധിക്യത്തിൽ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. ദൈവദാസനായ നീതിമാനായ ജോബിൻ്റെ ജീവിതത്തിൽ ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, കണ്ണിക്കൂടെ പൊന്നീച്ച പറക്കുന്ന അവസ്ഥയാണ്. സഹനങ്ങളുടെ അങ്ങേയറ്റം. സ്വന്തം ഭാര്യ പോലും തള്ളിപ്പറഞ്ഞു, ഈ ദൈവത്തെ ശപിച്ചിട്ട് തള്ളിപ്പറഞ്ഞിട്ട് പോയി മരിക്കാൻ പാടില്ല. എല്ലാം നഷ്ടപ്പെട്ട ചാരത്തിലിരുന്ന് ഓടുകൊണ്ട് ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ. അതിനെക്കുറിച്ച് ജോബിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ശരീരം എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ അസ്ഥികളിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. ഇതാണ് യഥാർത്ഥ വിശ്വാസവും ഏറ്റുപറച്ചിലും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു ജോബ് 42:5, അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. അപ്പോസ്തല പ്രവർത്തനത്തിൽ 7-ാം അധ്യായത്തിൽ 54 മുതൽ 57 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്, സഹനം വഴി ദൈവത്തെ കണ്ട, സ്വർഗം തുറക്കപ്പെട്ട, യേശുവിനെ കണ്ട, മാലാഖമാർ കയറുന്നതും ഇറങ്ങുന്നതുമായ ആദിമ ക്രൈസ്തവ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായ സെഫാനോസ് കല്ലേറ് കൊണ്ടിരിക്കുമ്പോൾ പിന്നെ സ്തുതി പാടാൻ പോകണമെന്ന് പറയും. കല്ലേറ് കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ട് കല്ലുകൊണ്ടുള്ള ഏറാണെങ്കിൽ സഹിക്കാമെന്ന് പറയും. അതിനേക്കാൾ വലിയ പല ഏറുകളും കല്ലുകളുടെ രൂപത്തിൽ ജീവിതത്തിൽ കഴിഞ്ഞത് വിചാരിക്കുമ്പോൾ പുതിയത് വരും. അത് ചിലപ്പോൾ ജീവിതാവസാനം ഉണ്ടായിരിക്കും. അവരെ സ്നേഹിക്കാനാ, അവരോട് ക്ഷമിക്കാനാ എന്ന് പറയും. ഞാൻ ദൈവമല്ല എന്ന് പറയും. അൽഫോൻസാമ്മ അല്ല എന്ന് പറയും. അൽഫോൻസാമ്മ രോഗത്തിൻ്റെ കാഠിന്യത്താൽ ഉറക്കം കിട്ടാതെ ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് നമ്മളാണെങ്കിൽ പറയും പോട്ടെ സാരമില്ല, വല്ല CP മിൽസെങ്കിലും കഴിച്ചാൽ മതി എന്ന് പറയും. ഇതാ രോഗവും സഹനവും ആ കാലഘട്ടവും കൂടെ പരിശോധിക്കണം. ഏറുന്ന അവസരങ്ങളിൽ കർത്താവ് ചോദിച്ചു, അൽഫോൻസ നീ എന്ത് ചെയ്യുകയാണ്? അൽഫോൻസ കൊടുത്ത മറുപടി, കർത്താവെ ഞാൻ അങ്ങേ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദർശനമായാലും പ്രവചനമായാലും റിയാലിറ്റി ആയാലും ഇത് തന്നെയാണ് വിശുദ്ധ ആത്മാക്കളെല്ലാം ദൈവത്തിന് സഹനങ്ങളിൽ കൊടുത്തിട്ടുള്ള മറുപടി. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ പറഞ്ഞ ഇതാണ്, സഹനങ്ങൾ വരുമ്പോൾ പറയും, കർത്താവെ ഇനിയും തരിക. സന്തോഷങ്ങളും സമ്മാനങ്ങളും കിട്ടുമ്പോൾ അദ്ദേഹം പറഞ്ഞു, മതി കർത്താവേ മതി എന്ന് പറയും. നമ്മളാണെങ്കിലോ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, അവനൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ കാണിച്ചു തരാം, ഞാൻ ആരാണെന്നറിയാമോ, ഇവനെ ഞാൻ പണി കൊടുത്തിട്ടേ ഉള്ളൂ, പണി പഠിപ്പിച്ചിട്ടുള്ളൂ. അവിടെ ദൈവത്തിൻ്റെ ലക്ഷ്യം നിറവേറുക. ഇതാ ആ 6 മാസം പോലും വേണ്ടാത്ത ആ ഇസ്രായേലിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ യാത്ര 40 സംവത്സരം നീണ്ടുപോയതെന്താ? അവരുടെ ഹൃദയകാഠിന്യ നിമിത്തമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദൈവിക പദ്ധതികൾ താമസിപ്പിക്കാമെന്നും മൂക്കുകയറി കടന്ന് വലിക്കുക, അതായത് പശുവിന് മൂക്കുകയറിടും എന്താ പിടിച്ചെടുത്ത് നിൽക്കാൻ വേണ്ടി, അധികം കടന്ന് വലിച്ചാൽ മൂക്കിൽ നിന്ന് ചോര വരും, പൊട്ടും. ഇതുപോലെ തന്നെയാണ് സഹനങ്ങളെ തള്ളിപ്പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ സഹനങ്ങൾ
കാരണക്കാരവരോട് ക്ഷമിക്കുകയും, ചിലപ്പോൾ സ്വന്തം വീട്ടിലെ ആളുകൾ തന്നെ ആയിരിക്കാം അതിന് കാരണക്കാരവർ, ഏറ്റവും നമ്മളെ സഹായിച്ചവരോ വളർത്തിയവരോ കൂടെ നിന്നവരോ വഴി കാണിച്ചവരോ നല്ലത് പറഞ്ഞു കൊടുത്തവരോ മരിച്ചാലും നമ്മൾ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞവരോ, ഇപ്പോൾ പൊടി പോലും കണ്ടുപിടിക്കാനില്ലാത്ത പലരും, അങ്ങനെ പലരും പലതും. ഇതൊക്കെ ദൈവ തിരുമനസ്സിൽ പെട്ട കാര്യങ്ങളാണ്. നിന്നെ വാനോളം ഉയർത്തിയവരെയാണ് നീ ഏറ്റവും സൂക്ഷിക്കേണ്ടത്. ഇപ്പോൾ ഇന്ന് ഏറ്റവും ചവിട്ടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ തള്ളിപ്പറയുന്നവരോ കണ്ട് പരിചയം പോലും ഇല്ലാത്ത ഭാവം. ഇതെല്ലാം കുരിശിൻ്റെ വഴിയിലുണ്ടായ കാര്യങ്ങൾ തന്നെയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടാകും. അതുകൊണ്ടാണ് അപ്പോസ്തല സഹനം നമ്മൾ കാണുന്നുണ്ട്. 2 കൊറിന്തോസ് 6-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, എല്ലാവിധത്തിലും, വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകളാണ്, എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ബ്രദറെ ഞങ്ങൾക്കൊക്കെ വല്ലതും വന്നാൽ കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾക്കൊക്കെ എന്താ ഇങ്ങനെ വന്നതെന്ന് ചോദിക്കും. ഞങ്ങൾക്ക് 2 അടി കൂടുതൽ കിട്ടും ജീവിതത്തിലെ ചില സഹനങ്ങൾ കണ്ട്. വേറെ ചിലർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സഹനങ്ങളിൽ ഉണ്ടായപ്പോൾ, പരീക്ഷ ഉണ്ടായപ്പോൾ ഇപ്പം തന്നെ വിശ്വാസം പോകും, അല്ലെങ്കിൽ ഇതിന് എന്ത് ഉത്തരം പറയുമെന്ന് അത് സുവിശേഷമാക്കി മാറ്റി അതിലുള്ള ദൈവകൃപ ദർശിച്ചതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വണ്ടർഫുൾ, അതിശയിച്ചു പോയി. അതിലൂടെ ഒരു നന്മ കാണാൻ ദൈവം കൃപ തന്നല്ലോ എന്ന് ഷെയർ ചെയ്തിട്ടുള്ളവരും ഉണ്ട്. അപ്പോൾ കൂടെ നിന്നവരൊക്കെ ചിലപ്പോൾ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ വന്നുപോയ ബലഹീനതകളുടെ പേരിൽ ചവിട്ടിത്തൊഴിക്കുകയോ തള്ളിപ്പറയുകയോ തള്ളിക്കളയുകയോ കണ്ടാൽ മൈൻഡ് പോലും ചെയ്യാത്ത അവസ്ഥയോ ഒന്ന് വിളിക്കാത്ത അവസ്ഥയോ എല്ലാം ഉണ്ടാകാം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പച്ചയായിട്ട് ഈ അന്തരീക്ഷത്തിൽ വരുന്ന കാലാവസ്ഥ മാറ്റം കണ്ടിട്ടില്ലേ, നോക്കി നിൽക്കുന്ന നേരം കൊണ്ട് മാറും. അതുപോലെ തന്നെ അതും മാറിപ്പോവും, ഇതും മാറിപ്പോവും. പ്രൈസല്ലോ. അതുകൊണ്ടാണ് പാട്ടിൻ്റെ വരികൾ, ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം, കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഇത് വെറുതെ എഴുതിയേക്കണതല്ല. സുവിശേഷം, വിശുദ്ധ ഗ്രന്ഥം, പഴയ നിയമം മുതൽ പുതിയ നിയമം അറ്റം വെളിപാട് വരെ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പരിശോധിച്ചാൽ ഇതിലും വലുത് കാണാനായിട്ട് സാധിക്കും. സഹനത്തിൽ അവസാനിക്കുകയല്ല, തരം താഴ്ത്തുകയല്ല. യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. യേശുവിൻ്റെ ആ മഹത്വം, ആ കൃപ സഹിക്കുന്നവരോടുകൂടെ എന്നും ഉണ്ടായിരിക്കും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് 2 കൊരിന്തോസ് 6:4, എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. വലിയ സഹനത്തിൽ, പീഡകളിൽ, ഞെരുക്കങ്ങളിൽ, അത്യാഹിതങ്ങളിൽ, മർദ്ദനങ്ങളിൽ, കാരാഗൃഹങ്ങളിൽ, ലഹളകളിൽ, അധ്വാനത്തിൽ. ലഹള എന്ന് പറയുമ്പോൾ എന്താ, 1-2 അല്ല, വലിയ കൂട്ടം തന്നെ എതിരായി വന്നേക്കാം. വിശ്വാസികളാകാം, അവിശ്വാസികളാകാം, രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാകാം, മതപരമായ വേലിക്കെട്ടുകളാകാം. അധ്വാനത്തിൽ, ജോലി സംബന്ധമായ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും. ജാഗരണത്തിൽ, ചിലപ്പോൾ ജാഗരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിന്മയുടെ ശക്തികളുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ, അല്ലെങ്കിൽ അതിൻ്റേതായ ഒരുങ്ങിയിരിക്കുന്നത് വഴി ഓർക്കുമ്പോൾ പിശാചിൻ്റെ പല ഉപദ്രവങ്ങളോ എതിർപ്പുകളോ അവൻ്റെ ദൂതന്മാരുടെ പല ശല്യങ്ങളോ ഒക്കെ ഉണ്ടാകാം. കാരണം എന്നേക്കുമായുള്ള ഒരു വിടുതലാണ് സംഭവിക്കുന്നത് ജാഗരണത്തിൽ. വിശപ്പിൽ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യം, അല്ലെങ്കിൽ ആത്മീയമായ ദാഹവും വിശപ്പും. അപമാനത്തിൽ, ദുഷ്കീർത്തിയിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. അപമാനിച്ചേക്കാം, നല്ലത് പറയേയില്ല, പക്ഷേ തിന്മ മാത്രം പൊക്കിക്കൊണ്ട് നടക്കുന്ന. അതുപോലെ ദുഷ്കീർത്തി, എന്തുകൊണ്ട് എന്നുള്ള ആ ചോദ്യം നമ്മുടെ ഉള്ളിൽ വരും. ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നാണ്. അപ്പോൾ സഹനങ്ങളിൽ അഭിമാനിക്കാൻ നമുക്ക് പറ്റുമോ? വേറെ ആളെ നോക്കുമെന്ന് പറയും. അതുകൊണ്ട് യേശുവിൻ്റെ പിറകെ കടന്നു വരുമ്പോൾ ഇതെല്ലാം ദൈവദർശനത്തിൻ്റെ അനുഭവങ്ങളായി മാറണം. യെശയ്യാ 30:20-21 പറയുന്നുണ്ട്, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കുന്നുണ്ടോ? ദൈവവൈതലേ, ദൈവത്തെ ദർശിക്കണം. വരുന്ന എതിരനുഭവങ്ങളിൽ, സഹനങ്ങളിൽ, രോഗങ്ങളിൽ, പീഡകളിൽ, ചോദ്യങ്ങളിൽ, പരീക്ഷകളിൽ, ഒറ്റപ്പെടുത്തലുകളിൽ, ഇല്ലാവചനങ്ങളിൽ ഒരു പ്രാർത്ഥനക്കാരൻ വന്നേക്കണം, പ്രാർത്ഥിച്ചേണ്ടത് എന്താ ഇങ്ങനെ ഒക്കെ ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് എന്താ എങ്ങനെ, നിങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അപകടം സംഭവിച്ചു? ഇതെല്ലാം സംഭവിക്കുന്ന കാര്യമാണ് ശുശ്രൂഷകർക്കെല്ലാം. മർദ്ദനങ്ങളിൽ, അത്യാഹിതം, ആക്സിഡൻറ്റുകൾ സംഭവിക്കാം. ഞെരുക്കങ്ങളിൽ അങ്ങേറ്റം ഞെരുങ്ങപ്പെടുക,
നമുക്കറിയാം മസാല, നമ്മൾ ഇറച്ചിയിലൊക്കെ ഇടുന്ന മസാല, അത് പൊടിച്ചത് ഇടുന്നതാണോ പൊടിക്കാതെ ഇടുന്നതാണോ? നല്ലവണ്ണം പൊടിച്ചിട്ടിട്ടാൽ അത് നന്നായിട്ട് അത് മിക്സായി വരും. അപ്പം ഈ ഈസ്റ്ററിനൊക്കെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മസാല ഒന്നുകിൽ പൊടിച്ചത് മേടിക്കും, അല്ലെങ്കിൽ മിക്സിയിൽ പൊടിച്ചിടും. മിണ്ടിപ്പോരുത്, പൊടിക്കും. തമ്പുരാൻ കൂടുതൽ ഉപയോഗത്തിന് വേണ്ടി എന്നെയും നിങ്ങളെയും പൊടിയാൻ അനുവദിച്ചേക്കും. ഗോതമ്പ് മാവ്, അത് ഗോതമ്പായിട്ടിരിക്കുകയല്ല, അത് പൊടിയുമ്പോൾ, അത് അരയുമ്പോഴാണ് അപ്പമായി ഓസ്തിയായി മാറുന്നത്. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്ത് വേണം, തിരുവോസ്തിയായ എന്നിലണയും സ്നേഹം, ദൈവസ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒത്തിരി വരികളുണ്ട് ആ ദൈവസ്നേഹത്തിൻ്റെ, ഉദ്ധിതൻ്റെ. യോഹന്നാൻ 12:24, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്ന പക്ഷം അത് ഫലം പുറപ്പെടുവിക്കും, അത് അഴിയുന്നില്ലെങ്കിലോ അതേപടി ഇരിക്കും. വളർത്തി വലുതാക്കിയ 2 മക്കളും, ഒരെണ്ണം അവനവൻ്റെ കാര്യം നോക്കി നടക്കുന്നു, മറ്റവൻ ഭാര്യനെയും കൊണ്ട് വീട്ടിൽ നിന്ന് കൊച്ചുങ്ങളുമായിട്ട് വിട്ട് കളഞ്ഞു. ഒന്ന് പെരുന്നാൾ വന്നാലും ഈസ്റ്റർ വന്നാലും ഒരു 10ൻ്റെ വയസ്സൊക്കെ കുടുംബത്തിന് ഉപകാരമില്ല, തിരിഞ്ഞു നോക്കുന്നില്ല, വിളിക്കുന്നില്ല. സങ്കടപ്പെട്ട് പരാതി നടന്നിരുന്ന അമ്മ പ്രാർത്ഥിച്ച് വചനം കേട്ട് മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷ ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞതാണ്, തിരിച്ചൊന്നും വന്നില്ല. പക്ഷേ അതുകൊണ്ട് ദൈവം ഞാൻ നടക്കേണ്ട വഴി എനിക്ക് കാണിച്ചു തന്നു. അല്ലെങ്കിൽ ഇവരേന്നും പറഞ്ഞ് ഞാൻ എൻ്റെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞാനെ. നമ്മളെക്കുറിച്ച് നിശ്ചിതമായ വേറിട്ട വഴികൾ ദൈവത്തിനുണ്ട്. പക്ഷെ ഒന്നിനും കുറവില്ലാതെ ദൈവം പരിപാലിക്കുന്നു. ആദ്യകാലമൊക്കെ ഒത്തിരി ഞെരുങ്ങയും ബുദ്ധിമുട്ടെല്ലാം ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കാറ്റും കോളും ഒക്കെ പോലെ പല പ്രയാസങ്ങളും വരുമ്പോൾ നമ്മളെ തീരത്തണയ്ക്കുന്നവൻ, നമ്മളെ സഹായിക്കുന്നവൻ ദൈവം മാത്രമാണ്. അതുകൊണ്ട് ഉദ്ധിതനായ യേശു ഇതാ സഹനത്തിൻ്റെ മഹത്വം എല്ലാവർക്കും മനസ്സിലാക്കി തരട്ടെ. ഈശോയുടെ ശിരസിൽ മുൾമുടി വെച്ച് അമർത്തിയപ്പോൾ അതിനെക്കുറിച്ച് വായിച്ചിട്ടുള്ളത് ബൈബിളിൽ പോയി ഒന്നും തപ്പി നോക്കരുത്. കാരണം എല്ലാ കാര്യങ്ങളും മുഴുവനായിട്ട് ഉൾപ്പെടുത്താൻ, ഈ യേശുവിൻ്റെ ജീവിതകാലത്തെ കാര്യങ്ങൾ തന്നെ മുഴുവൻ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ അതിൽ പോരാ. ഇത് തന്നെ എഴുതിയിരിക്കുന്നത് യേശു ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ പറയുന്നത് ഇത്, ആദ്യം ചെറിയ മുൾമുടി ഉണ്ടാക്കി, അത് ഈശോയുടെ തലയിലേക്ക് ആദ്യം വലിയ മുൾമുടി ഉണ്ടാക്കി, അത് വെച്ചപ്പോൾ തലയിൽ കൂടെ ഊർന്ന് കഴുത്തിലേക്ക് പോയി. അത് ഒരു ദൈവമില്ലാതെ വലിച്ചു ഊരിയെടുത്തു. അപ്പോൾ ഒരഞ്ഞ സ്ഥലമെല്ലാം ചോരയിൽ കുളിച്ച് മുറിവുകളായി. വീണ്ടും അത് ചെറുതാക്കി, അപ്പോൾ തലയിൽ പാകമാകുന്നില്ല. പക്ഷെ പാകമാകുന്നതിന് വേണ്ടി അത് യേശുവിൻ്റെ തലയിലേക്ക് അടിച്ചിറക്കി. ഇങ്ങനെ പീഡാസഹനവുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ കേൾക്കുകയും പറയുകയും വായിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളത് ഓർക്കുകയാണ്. അപ്പോൾ അതൊന്നും കൊണ്ട് എന്ത് ചെറുത് അടിച്ചിറക്കിയാലും വലുതടിച്ചിറക്കിയാലും നമ്മുടെ ജീവിതത്തിൽ ചെറുത് പലതടിച്ചിറക്കും, വലുത് പലതും അടിച്ചിറക്കും. ഇല്ലാവചനങ്ങൾ പറയും, നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ നോക്കും, ചോദ്യം ചെയ്യും, തർക്കിക്കും, അപവാദം ഉണ്ടാക്കും, കിട്ടിയ നന്മ ഒന്നും കിട്ടിയിട്ടില്ലെന്ന് പറയും, കിട്ടാത്ത കാര്യങ്ങൾ പെരുപ്പിച്ച് പറയും. പിശാച് പല രീതിയിൽ കൂടെ വരും. പക്ഷെ ഓർത്തോ, ഉദ്ധാനത്തിൻ്റെ മഹത്വം കൊണ്ട് ഇതെല്ലാം കാറ്റിൽ പറത്തിയ ക്രിസ്തുവാണ് നിങ്ങളുടെ രക്ഷകൻ. അതുകൊണ്ട് സഹനത്തിൽ ദുഃഖവെള്ളിയിൽ അവസാനിക്കുന്നതല്ല. സായിപ്പിട്ട പേര് ഗുഡ് ഫ്രൈഡേ എന്നാണ്. നമ്മൾ ദുഃഖവെള്ളിയിൽ നിന്ന് ദുഃഖമൊന്നും പറഞ്ഞിരിക്കുമ്പോൾ ഗുഡ് ഫ്രൈഡേ, കാരണം മാനവകുലത്തിന് യേശു രക്ഷ നേടിത്തന്ന ദിനമാണ്. അപ്പോൾ അവിടെ വരുന്ന കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. അരിമത്യക്കാരൻ ജോസഫും, അതുപോലെ കർത്താവിനെ കുരിശു ചുമന്ന് സഹായിച്ച ശിമയോനും, വേറോണിക്ക മുഖം, കർത്താവിൻ്റെ മുഖം തുടച്ചു. വേറോനിക്ക മിഴിനീർ തൂകിയ ദിവ്യാനനം തുടച്ചു, ഇല്ലേ? കർത്താവിൻ്റെ മുഖം തുടച്ചു. വേരോനിക്കായുടെ തുവാലയിൽ കർത്താവിൻ്റെ തിരുമുഖം പതിപ്പിച്ചു കൊടുത്തു. നമ്മുടെ ഹൃദയത്തിലും കർത്താവിൻ്റെ തിരുമുഖം നമുക്ക് പതിയട്ടെ. സഹനങ്ങളിൽ, വേദനകളിൽ ജോബ് പറഞ്ഞതുപോലെ അങ്ങയെക്കുറിച്ച് ജോബ് 42:5 ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. അപ്പസ്തോല സഹനം, ആദിമക്രൈസ്തവരിലെ ആദ്യ രക്തസാക്ഷി അല്പം മുമ്പ് പറഞ്ഞതാണ് സ്തെഫാനോസ്. വിശ്വാസം ഉപേക്ഷിച്ചു പോയില്ല, ദൈവത്തെ ശപിച്ചില്ല, ഉപദ്രവിച്ചവർക്കെതിരെ
ചീത്ത വിളിച്ചില്ല, കൊല്ലുമെന്ന് പറഞ്ഞില്ല. എന്താ ചെയ്തത്? സ്വർഗം തുറക്കപ്പെട്ടു. മാലാഖമാർ കയറുന്നതും ഇറങ്ങുന്നതും ക്രിസ്തുവിനെ, ദൈവത്തിനായ യേശുവിനെ കണ്ടു. അതുകൊണ്ട് ജീവിതത്തിലെ വിപരീത അനുഭവങ്ങൾ, പുറകിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. യേശുപ്രവാചകൻ പറഞ്ഞ ആ വഴി നടത്തൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. തീർച്ചയായിട്ടും സഹനങ്ങളിൽ മനസ്സ് പതറിപ്പോകരുത്. സഹനങ്ങൾക്ക് കാരണക്കാരായവരെ ശപിക്കരുത്. ദൈവമറിയാതെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതും ബോണസാണ്. കാരണം സഹനങ്ങളിൽ തളർന്നിരിക്കുന്നവർക്ക് ഒരു ബൂസ്റ്റർ ഡോസ് കൊടുക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം സഹനത്തോടുകൂടെ എന്തോ പാപിയാണ് ഞാൻ, മഹാപാപം ചെയ്തു പോയി, അല്ലെങ്കിൽ പാരമ്പര്യ പൂർവ്വ കടമാണ്, ആരും എന്തോ ചെയ്തു, എന്തോ കുഴിച്ചിട്ടു, കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി, അതിൻ്റെയൊക്കെയാണെന്നും വീടിൻ്റെ ദോഷം, സ്ഥലത്തിൻ്റെ ദോഷം, സ്ഥാനത്തിൻ്റെ ദോഷം, സമയത്തിൻ്റെ ദോഷം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർക്ക് സഹനം ശാപമല്ല, സഹനം അനുഗ്രഹമാണ് എന്ന് ബോധ്യം കൊടുക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഫലമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ നീക്കിക്കളയും, ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കും. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങളിൽ, എൻ്റെ പിതാവ് കൃഷിക്കാരനും ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങളതിലെ ശാഖകളുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ നീക്കിക്കളയും, ഫലം തരുന്നതിനെ കൂടുതൽ വെട്ടിയൊരുക്കും. അതുകൊണ്ട് സഹനം വരുമ്പോൾ ഓർക്കുക, വെട്ടിയൊരുക്കുന്നയാളാരാ? കൃഷിക്കാരനാണ്. കൃഷിക്കാരൻ കൂടെയുണ്ട്. കർത്താവ് കൂടെയുള്ള അവസരങ്ങളാണ് സഹനം. കൂടെ നിന്ന് ശക്തി തരുന്ന അവസരങ്ങളാണ്. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും വയ്യാതെ രോഗിയായിട്ടോ ഒക്കെ കിടന്നാൽ അവരെ നമ്മൾ ഉപേക്ഷിച്ചു പോവുക, അല്ലെങ്കിൽ അത്ര വലിയ പാപി, അത്ര വലിയ പ്രശ്നങ്ങളോ ഉള്ള ഒരു അവസ്ഥയായിരിക്കണം. ഇതാ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, എന്നാലും ഉപേക്ഷിക്കത്തില്ല. വേണ്ടപ്പെട്ട ഒരാൾ വയ്യാതെ കിടന്നാൽ നമ്മൾ അവരുടെ കൂടെ ഉറക്കൊളിച്ചിരിക്കും, ശുശ്രൂഷയും. ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി വർഷങ്ങൾക്ക് മുമ്പ്. കാലക്കൊടിഞ്ഞ് കിടന്നപ്പോൾ ഊണിലും ഉറക്കത്തിലും ജോലിയിലും തിരക്കിലും എല്ലാം എൻ്റെ ജീവിത പങ്കാളിയും മക്കളും നല്ലവണ്ണം എന്നെ അവർ കെയർ ചെയ്യുകയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ശുശ്രൂഷിക്കുകയും എടുത്തുകൊണ്ട് പോവുകയും അവസാനം ഞാൻ നടക്കുന്നത് വരെ അങ്ങേയറ്റം എന്നെ എല്ലാ ദിവസവും പള്ളിയിൽ കൊണ്ടുപോകായിരുന്നു. എൻ്റെ ഭാര്യ സ്കൂട്ടറിലിരുത്തി. അപ്പോൾ വികാരിയച്ഛൻ ജോർജ് അന്നത്തെ വികാരിയച്ഛൻ ചോദിച്ചത്, എടോ ഞായറാഴ്ച വന്നാൽ മതിയടോ ഷൈജു, ആ പാവത്തിന് എന്തിനാടോ കഷ്ടപ്പെടുന്നത്, സാരമില്ല ഞാൻ പ്രാർത്ഥിച്ചോളാടോ എന്നൊക്കെ പറഞ്ഞ അവസരങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ആഗ്രഹങ്ങൾക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കാരണം അതാണ് സ്നേഹം. അപ്പം ഇതുപോലെ തന്നെയാണ് സഹനങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്ക് വിടുന്ന ദൈവമല്ല. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളിലും നമ്മളെ സസ്പെൻസ് അടിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പല കാര്യങ്ങളും ആ സമയത്തൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തരാനും ശുശ്രൂഷിക്കാനും ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും, നിങ്ങളെന്തെടുക്കണേ, ഇടയ്ക്ക് ജ്യൂസൊക്കെ അടിച്ചുകൊണ്ടൊന്ന് തരും. അപ്പോൾ അങ്ങനെ അത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു. ഇതുപോലെ തന്നെയാണ് സഹനങ്ങളിൽ. ഇത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാൽ ഭാര്യയുടെ സ്നേഹവും ഭർത്താവിൻ്റെ സ്നേഹവും മക്കളുടെ സ്നേഹമല്ല, പക്ഷെ അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതുപോലെ തന്നെ കണ്ണിലെണ്ണ ഒഴിച്ച പോലെ നമ്മൾ പറയാതെ നമ്മളെ സൃഷ്ടിച്ച ദൈവം ജോബ് 40:19 പറയുന്നുണ്ട്, നിന്നെ പേരിട്ടവനല്ലാതെ മറ്റാർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. ജോബ് 40:19. നമ്മുടെ ഓരോ അധികാരത്തിലും കൈകടത്താത്ത, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ദൈവം. ജോഷുവ 1:5, നിൻ്റെ ആയുഷ്കാലത്ത് ഒരിക്കലും നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. സഹനങ്ങളുണ്ടായേക്കാം, പ്രതിസന്ധികളുണ്ടായേക്കാം, പക്ഷെ സ്വർണം ശുദ്ധീകരിച്ചെടുക്കുന്നത് പോലെ പ്രഭാഷകൻ 2:5, കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരെ സഹനത്തിൻ്റെ തീച്ചുളയിൽ. ഒരു കൊച്ചു കഥ കൂടെ പറഞ്ഞോട്ടെ. ഏതാണ്? മുത്തുച്ചിപ്പിയുടെ കഥ. കടലിലെ അഗാധതയിൽ കഴിയുന്ന മുത്തുച്ചിപ്പി കടൽ പരപ്പിലൂടെ ആഴത്തിൽ അഗാധത്തിൽ മണൽപ്പരപ്പിലൂടെ നീങ്ങുമ്പോൾ അതിൻ്റെ ശരീരത്തിലേക്ക് മണൽത്തരികൾ തറച്ച് കയറുമ്പോൾ അതിനെ പുറന്തള്ളുന്നതിന് വേണ്ടി ആ മുത്തുച്ചിപ്പിയുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുപ്പിക്കുന്ന സ്രവങ്ങൾ, വേദനയുടെ ആധിക്യത്തിൽ അല്ലെങ്കിൽ ആ സഹനത്തിൽ പിടിച്ചു നിൽക്കുവാൻ അതിൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ആ സ്രവങ്ങളാണ് പിൽക്കാലത്ത് പവിഴപ്പുറ്റുകളായി ശേഖരിക്കപ്പെടുന്നത്. ഇത് കഥയല്ല, അത് ജീവിതമാണ്, ഇത് റിയാലിറ്റിയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ഓരോ കഷ്ടതയും ക്ലേശങ്ങളും നമ്മളെ കാതലുള്ളവരാക്കാൻ, മരത്തിനാണെങ്കിൽ പറയും കാതൽ വെച്ചെന്ന് പറയും. കാറ്റും കോളും പ്രതികൂല കാലാവസ്ഥയൊക്കെ വന്നപ്പോൾ അതിനെ അതിജീവിച്ച് നിന്ന മരത്തടികൾ നല്ല കാതലുള്ളതായിത്തീരും.
വെട്ടിയ തീ പാറും എന്ന് പറയും, വായ്ത്തല മടങ്ങും എന്ന് പറയും. ഇതുപോലെ ദൈവം എന്നെയും നിങ്ങളെ ഉരുക്കി വാർത്ത് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ സ്വന്തപ്പെട്ടവരിലൂടെയും ബന്ധപ്പെട്ടവരിലൂടെയും ഏറ്റവും അടുത്ത് നിന്നവരിലൂടെയും എല്ലാമായിരിക്കാം വിപരീത അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ ആ വിപരീത അനുഭവങ്ങളിലൂടെ എനിക്കും നിങ്ങൾക്കും നിത്യരക്ഷയോളം നമ്മളെ വലിച്ചടുപ്പിക്കുന്ന അനേക ആത്മാക്കളെ നേടാൻ തക്ക രീതിയിൽ ദൈവം ഉപയോഗിക്കും. അപ്പോൾ മുത്തുച്ചിപ്പിയുടെ കഥ, മുത്തുച്ചിപ്പി ഇതാ അതിൻ്റെ സഹനങ്ങൾ, വേദനകൾ, ആ തറച്ചു കയറുന്ന മണൽത്തരികൾ ഇതാ പവിഴപ്പുറ്റുകൾക്ക് ജന്മം കൊടുക്കുന്നത് പോലെ, രൂപപ്പെടുന്നത് പോലെ നമ്മുടെ സങ്കടക്കടലുകളുടെ മേൽ രക്ഷകൻ കടന്നു വരും, യേശു കടന്നു വരും. ഇസ്രായേൽ ജനത്തെ ചെങ്കടൽ കടത്തിയവൻ, പുറകിൽ ശത്രുക്കൾ, മുൻപിൽ ചെങ്കടൽ, എങ്ങോട്ട് പോകുമെന്നറിയില്ല. ഈ ദുഃഖവെള്ളിയുടെ അനുഭവം പോലെ ഇതാ അടഞ്ഞു നിൽക്കുന്ന പോലത്തെ അവസ്ഥ അവിടം കൊണ്ട് തീരുകയല്ല അവൻ. അതേ ശത്രുക്കൾ ചെങ്കടലിൽ നശിക്കുകയും മുങ്ങിത്താഴുകയും ചെങ്കടലിന് നടുവിലൂടെ ദൈവജനത്തെ വഴി നടത്തുകയും ചെയ്യുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹൃദയത്തിൽ, ജീവിതത്തിൽ ദൈവം ഈ പ്രത്യാശ തരട്ടെ. ഇസ്രായേൽ ജനത്തെ ഇതാ ചെങ്കടൽ കടത്തി, അതേ ചെങ്കടലിൽ ശത്രുക്കൾ മുങ്ങിത്താണപ്പോൾ എവിടെയായിരുന്നു ആ ദൈവം? സ്വന്തം പുത്രൻ കുരിശിൽ കിടന്ന് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്ന ആർത്തനാദത്തോടെ വിളിച്ചപ്പോൾ എവിടെയായിരുന്നു? അവിടെ ഇരുന്നു കൊണ്ട് ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്ക് ആ തിരുപുത്രനെ എത്തിച്ച ദൈവം, ആ ദൈവം നമ്മുടെ സഹനങ്ങളിൽ നമുക്കിപ്പോഴും ഉത്തരം കിട്ടാത്ത, തലപുകയുന്ന, മറ്റുള്ളവർ നമ്മളെ ചോദ്യം ചെയ്യുന്ന ഈ സഹനങ്ങളിൽ, ഈ അവസ്ഥകളിൽ ഇതാ അവൻ വ്യക്തമായ വഴി, വ്യക്തമായ വാതിൽ, വ്യക്തമായ ഉത്ഥാനം, വ്യക്തമായ മഹത്വം അവിടുന്ന് ഒരുക്കിയിട്ടുണ്ട്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹനങ്ങൾ ദൈവദർശനത്തിൻ്റെ വാതിലുകളാണ്. പ്രൈസ് ദി ലോർഡ്.